ദൈവമേ, എൻ്റെ ജീവിതം ഞാൻ മടുത്തു. കഷ്ടങ്ങളും ഭാരങ്ങളും മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ. കാറ്റും മഴയും ആഞ്ഞടിക്കുന്നത് പോലെ പ്രതികൂലങ്ങൾ ഒന്നൊന്നായി എനിക്കെതിരായി അടിക്കുന്നു. അതുകൊണ്ട് ജീവിതം എനിക്ക് വേണ്ട എന്ന് പറയുന്ന എത്രയോ പേർ നമ്മുടെ ചുറ്റുമുണ്ട്. പ്രിയരെ, പ്രതികൂലങ്ങൾ നിറഞ്ഞതാണ് ജീവിതം. തളർന്നു പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കൂ. എല്ലാം നന്മയ്ക്കായി ദൈവം പ്രവർത്തിക്കുന്നു. ഒരു രാജാവും മന്ത്രിയും കൂടി ഒരിക്കൽ നായാട്ടിനിറങ്ങി. രാജാവ് ഒരു മുൻകോപിയാണ്. മന്ത്രിയോ എന്തിനേയും പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന മനുഷ്യൻ. വഴിമധ്യേ എന്തോ നിസ്സാര അപകടത്തിൽ രാജാവിന് ഒരു വിരൽ നഷ്ടമായി. എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് മന്ത്രി പറഞ്ഞു. രാജാവിന് വളരെ ദേഷ്യമുണ്ടായി. യാത്ര അങ്ങനെ തുടർന്നു. വഴിയിലുള്ള ഒരു പൊട്ടക്കിണർ കണ്ടപ്പോൾ രാജാവ് നയത്തിൽ മന്ത്രിയെ കിണറ്റിലേക്ക് തള്ളിയിട്ടു. അല്പനേരം കഴിഞ്ഞപ്പോൾ ദൂരെ നിന്നും ഒരു ബഹളം കേൾക്കുകയാണ്. വനാന്തരത്തിലുള്ള കാട്ടാളന്മാർ ഇര തേടി വരികയാണ്. രാജാവിനെ കണ്ടപ്പോൾ കാട്ടാളന്മാർക്ക് വളരെ സന്തോഷമായി. അവർ അദ്ദേഹത്തെയും വഹിച്ച് ക്ഷേത്രനടയിലെത്തി. ഇയാളെ ദേവിക്ക് ബലിയർപ്പിച്ച് കളയാമെന്ന് അവർ തീരുമാനിച്ചു. പക്ഷേ ഒരു വലിയ പ്രശ്നമുണ്ട്. അംഗവൈകല്യം ഉള്ളതോ അങ്ങ് നഷ്ടപ്പെട്ടതോ ആയ ഒരു വ്യക്തിയെയും ബലി കഴിക്കുവാൻ അനുവദിക്കുകയില്ല. എന്നാൽ വിരൽ നഷ്ടപ്പെട്ട ഈ മനുഷ്യനെ എങ്ങനെ ബലി കഴിക്കും? ഒടുവിൽ നിരാശയോടെ അവർ രാജാവിനെ മോചിപ്പിച്ചു. പശ്ചാത്താപത്തോടെ അദ്ദേഹം മന്ത്രിയെ തള്ളിയിട്ട കിണറ്റിനടുത്തെത്തി. ഭാഗ്യം, മന്ത്രി മരിച്ചിട്ടില്ല. മന്ത്രിയെ വലിച്ച് കരയ്ക്ക് കയറ്റി. നടന്ന സംഭവങ്ങൾ ഏറ്റുപറഞ്ഞ് തന്മാപ്പ് ചോദിച്ചു. സംയമനത്തോടെ പുഞ്ചിരിച്ച ശേഷം എല്ലാം നല്ലതിനെ എന്ന് മന്ത്രി വീണ്ടും ഉരുവിട്ടു. രാജാവ് അത്ഭുതം കൂറി. പൊട്ടക്കിണറ്റിൽ വീഴാതെ രാജാവിനോടൊപ്പം യാത്ര ചെയ്തിരുന്നെങ്കിൽ കാട്ടാളന്മാർ തന്നെ ബലി കഴിച്ചേനെ എന്ന് മന്ത്രിയും വിശദീകരിച്ചു. എല്ലാം നല്ലതിന്, എല്ലാം നല്ലതിന്, എല്ലാം നല്ലതിനെന്നുള്ള ചിന്ത നമുക്ക് ആഴമേറിയ സന്തോഷം നൽകും. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് ഏത് വലിയ പ്രശ്നവും നന്മയ്ക്കായി പരിണമിക്കും. അത് തീർച്ചയാണ്. ഒന്നിലും സംതൃപ്തിയില്ലാത്ത ഒരു കൂട്ടർ എന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവർക്ക് സന്തോഷം എന്നും അന്യമാണ്. ഏത് സാഹചര്യത്തിലും സംതൃപ്തിയുള്ളവരാണ് യഥാർത്ഥ സന്തോഷം അനുഭവിക്കുന്നവർ. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി, ഇപ്പോൾ ചെയ്യുന്ന ഉത്തരവാദിത്വങ്ങൾ, ഇപ്പോൾ നമ്മുടെ കുടുംബ ജീവിതം, സാഹചര്യം എല്ലാം സംതൃപ്തി ഉണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. അതിലെ വേദനകളും ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മെ തകർത്ത് കളയാതിരിക്കേണ്ടതിന് കർത്താവിൽ അധികമായി വിശ്വസിക്കുക. നാം ചെയ്യുന്ന കാര്യങ്ങളിൽ സന്തോഷമുള്ളവരായിരിക്കുക. ദൈവമേ, ഇനി ഞാൻ ഏകാന്തതയുടെ ഇരുട്ടറയിലേക്ക് പോകയില്ല എന്ന് പ്രാർത്ഥിക്കൂ. ദൈവം നമുക്ക് അത് ചെയ്തു തരും. നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്ന സകലർക്കും എല്ലാം നന്മയ്ക്കായി ദൈവം കൂടി വ്യാപരിപ്പിക്കുന്നു. ആ ചിന്തയോടെ നമുക്ക് മുന്നേറാം.
തന്നതിൽ സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. കർത്താവ് അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ.